Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. കേൾക്കുന്നുണ്ടോ? യെസ് മാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. പ്രയർ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. പ്രയർ പറഞ്ഞു. ഓക്കെ. ഡിയർ ഗോഡ്, താങ്ക് യു ഫോർ ദിസ്. കേൾക്കാവോ? കേൾക്കാം. Thank you for this new day and the opportunity to learn and grow. Guide my thoughts, words, and actions in all that I do. Help me to stay focused, work hard, and be kind to others. Grant me wisdom in my studies and strength to face challenges. Keep my friends, teachers, and family safe and blessed. May I always strive to be the best version of myself. Amen. Thank you. Then Good signing. afternoon. Good afternoon to everyone. You are welcome to our class. A big thanks to each and everyone present here for joining today's class. I heartily welcome to our dear teacher Ashwati ma'am for joining today's class, and also welcome to my classmates. Hope that today's class will be beautiful and successful. I heartily welcome Ashwati teacher. Please welcome ma'am. Have a good day. Thank you. Good afternoon. Today thoughts. If you still have the courage to do something after losing everything, then now that you have lost nothing. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിനറൽ സാൾട്ട്സ് വരെ പറഞ്ഞു നിർത്തിയിരുന്നു അല്ലേ? മിനറൽ സാൾട്ട് എടുത്തായിരുന്നോ? യെസ് മാം. ഓക്കെ. നെക്സ്റ്റ് വൺ വിറ്റാമിൻ ആണ് കേട്ടോ. വിറ്റാമിൻസ് നമ്മള് ഫസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വിറ്റാമിൻസ് എന്നൊക്കെ. 2 തരം വൈറ്റമിൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. They are shown in small quantities in various food items. Vitamins are 2 types, fat soluble and water soluble vitamins. Fat soluble vitamins are A, D, E, K. They are only found in fatty food and are absorbed only where there is fat. Vitamin B and C and other vitamins are water soluble. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അത് ഫുഡ് ഐറ്റംസിൽ അതായത് സ്മോളർ ക്വാണ്ടിറ്റിയിൽ കാണുള്ളൂ. 2 തരം വൈറ്റമിൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫാറ്റ് സൊല്യൂബിൾ ആണ്, ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നത്. മറ്റൊന്ന് വാട്ടർ സൊല്യൂബിൾ, വെള്ളത്തിൽ ലയിക്കുന്നത്. ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ് എന്ന് പറയുന്നത് ADEK ആണ്. അത് എന്താ പറയാ, ഫാറ്റിൽ മാത്രമാണ് അബ്സോർവ് ചെയ്യുക. എന്നാൽ വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ മാത്രമാണ്, വാട്ടറിൽ മാത്രമാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. നോക്കി നിങ്ങൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. The difference between fat soluble and water soluble vitamins. എന്തുകൊണ്ടാണ് രണ്ടിനെയും തമ്മിൽ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസും വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, നോട്ട്ബുക്കിലൊന്ന് എഴുതി എടുക്കുക കേട്ടോ ആ ടേബിള്. ഡിഫറൻസ് എന്ന ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫാറ്റ് സൊല്യൂബിൾ ആൻഡ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്.
എഴുതി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. താഴെയും ടേബിൾ ഉണ്ട് കേട്ടോ. എഴുതി ദീപ മനോജ് എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ടേബിളിലുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ടേബിളിലുള്ള രണ്ടും തമ്മില് വേർതിരിച്ച് പറയാം, ഫ്രണ്ട്സ് പറയാം. These are the key difference between the fat soluble and water soluble vitamins. The category fats ഇപ്പുറത്തെ സൈഡ് എഴുതിയില്ലായിരുന്നു കേട്ടോ, അത് കണ്ടില്ല ഇപ്പോഴാണ്. കാറ്റഗറി വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്, ഫാറ്റ് soluble vitamins. Storage, not stored in the body. Excess vitamins are excreted in urine. Stored in the liver, fatty tissue and muscles. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഫസ്റ്റത്തെ വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ? സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോ നമുക്ക് ശരീരത്തില് അടിഞ്ഞുകൂടാ അല്ല, സ്റ്റോർ ആവത്തില്ല, അടിഞ്ഞുകൂടാത്ത വൈറ്റമിൻസ് ഉണ്ട്. പിന്നെ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത്. വാട്ടർ സൊല്യൂബിളും ഫാറ്റ് സൊല്യൂബിളും തമ്മിൽ. അടുത്തത് absorption. Absorbed directly in the bloodstream with water. ഡയറക്റ്റ് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതെ, അബ്സോർബ്ഡ് വിത്ത് ഡയറക്ട്ലി ഫാറ്റ്. അതെന്താണ് മിസ്സേ മനസ്സിലാവുന്നില്ല? വേറെ ആർക്കെങ്കിലും പറയാമോ? വേറെ മനസ്സിലായിട്ടുള്ള ആർക്കെങ്കിലും പറയാമോ? ആരുമില്ല, മനസ്സിലായിട്ടുള്ളവരാരുമില്ല. ആരും മിണ്ടുന്നില്ലല്ലോ. ആർക്കും മനസ്സിലായിട്ടില്ലേ? എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ എക്സ്പ്ലനേഷൻ? രാജലക്ഷ്മി, മറ്റേ ബ്ലഡിന്റെ കൂടെ നേരെ വലിച്ചെടുക്കുന്നു എന്നാണോ ടീച്ചറെ? ഇത് അബ്സോർബ്ഡ് നമ്മള് ഭക്ഷണത്തിലുള്ള കൊഴുപ്പിന്റെ കൂടെ വലിച്ചെടുക്കുന്നു. ശാലിനി ഒന്ന് പറയാമോ? ശാലിനി. എഴുതി കഴിഞ്ഞില്ലയോ? ഇല്ല, താഴത്തെ ഒരു പോയിന്റ് കൂടി എഴുതാനുണ്ട്. ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. രേവതി പറഞ്ഞോളൂ. കാറ്റഗറി വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. കാറ്റഗറി സ്റ്റോറേജ്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് മീൻസ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. അതില് അവരുടെ കാറ്റഗറി ഒന്നാമത്തത് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. അതായത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിനില് നോട്ട് സ്റ്റോർഡ് ഇൻ ദ ബോഡി, ബോഡിയിൽ സ്റ്റോർ ചെയ്യില്ല.
excess vitamins are excreted in urine. അതായത് മൂത്രത്തിൽ കൂടെ നമ്മുടെ വൈറ്റമിൻസ് ഈ പോകുമെന്നാ പറയുന്നത്, പുറത്തേക്ക് പോകും. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിനിൽ സ്റ്റോർഡ് ഇൻ ദ ലിവർ, ഫാറ്റി ടിഷ്യൂ ആൻഡ് മസിൽസ്. പക്ഷെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് നമ്മുടെ ലിവറിലും ടിഷ്യൂ, നമ്മുടെ കലകളിലും മസിൽസിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും എന്നാ പറയുന്നത്. അബ്സോർപ്ഷൻ മീൻസ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്. അതായത് അബ്സോർബ്ഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം വിത്ത് വാട്ടർ. അതായത് നേരിട്ട് അബ്സോർബ് ചെയ്യും, അതായത് ജലം ബ്ലഡിൽ അബ്സോർബ് ചെയ്യും നേരിട്ട്. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിനിൽ അബ്സോർബ്ഡ് വിത്ത് ഡയറക്ട്ലി ഡയറ്ററി ഫാറ്റ്. അത് ഫാറ്റ് ആയിട്ട് അടിഞ്ഞുകൂടും എന്നാ പറയുന്നത്. വൈറ്റമിൻസ്, അതായത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ആൻഡ് ബി. അതായത് വൈറ്റമിൻ സിയും ബിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. അതായത് B1, B2, B3, B6, B12 ഇതെല്ലാം വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസുകളും ഫാറ്റിൽ ലയിക്കുന്ന വൈറ്റമിൻസുകൾ വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവയുമാണ്. മതിയോ മിസ്? 2 പോയിന്റ് കൂടി ഉണ്ട്. 2 പോയിന്റ് കൂടി ഉണ്ട്. Intake needs needs to be consumed every day through diet. Needs to be consumed every day. അതായത് എല്ലാ ദിവസവും അതിന്റെ കൺസ്യൂം ചെയ്യുന്നുണ്ട് നമ്മള് ഡയറ്റിലൂടെ, നമ്മുടെ ഭക്ഷണത്തിലൂടെ വിറ്റാമിൻ, വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ്. പക്ഷേ മറ്റേ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിലാണെങ്കിൽ കുറവായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. അത് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കത്തതേ ഉള്ളൂ ലോങ്ങർ പീരീഡ്സ്. അതായത് ഒരുപാട് നാള് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത് കുറച്ചേ കൺസ്യൂം ആവുന്നുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ സപ്പോർട്ട് മെറ്റാബോളിസം, എനർജി പ്രൊഡക്ഷൻ ആൻഡ് ഇമ്മ്യൂണിറ്റി ഫങ്ഷൻ. അതായത് നമ്മുടെ എനർജി, ഊർജം ഉൽപ്പാദിപ്പിക്കാനും നമ്മുടെ മെറ്റാബോളിസവും ഇമ്മ്യൂണിറ്റി ഫങ്ഷനൊക്കെ കൃത്യമായിട്ട് ചെയ്യും. മറ്റേ ഫാറ്റിൽ ലയിക്കുന്നതാണെങ്കിൽ സപ്പോർട്ട്സ് വിഷൻ, നമ്മുടെ കാഴ്ച ശക്തിക്കും ബോൺ ഹെൽത്ത്, അതായത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന്, ഇമ്മ്യൂണിറ്റി ഫങ്ഷൻ ആൻഡ് സ്കിൻ ഹെൽത്ത്, നമ്മുടെ ത്വക്കിന്റെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി അതിനുമെല്ലാം രേവതി പറഞ്ഞു, ഏകദേശം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക്, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോളാം. അതിനകത്ത് ഫസ്റ്റ് വൺ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അതിന്റെ സ്റ്റോറേജ് വരുന്നത്, അതായത് അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. അധികം വരുന്ന വൈറ്റമിൻസ് മൂത്രത്തിലൂടെ, യൂറിനിലൂടെ പുറന്തള്ളപ്പെടുന്നു. അതാണ് വൈറ്റമിൻ, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നില്ല, അത് കൂടുതൽ നേരം സ്റ്റോർ ചെയ്തിരിക്കുന്നില്ല. അധികമായിട്ട് വരുന്ന വൈറ്റമിൻസ് എന്ത് ചെയ്യുന്നു, യൂറിനിലൂടെ പുറന്തള്ളപ്പെടും. ഓക്കെ, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കരളില് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ടിഷ്യൂസ്, കലകളില് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിന്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യുവാണ്. ഏത് വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസ് വെള്ളത്തിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ്ലി ആയിട്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ഇനി ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാല് ഫാറ്റ് ആയിട്ട്, അതായത് കൊഴുപ്പ് രൂപേണയാണ് എന്ത് ചെയ്യുക, ഇത് അബ്സോർബ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തത് ഏതൊക്കെ വൈറ്റമിൻസ് ആണ്? ഒരാള് ദീപ മനോജ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കൂ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും.
അതുപോലെ തന്നെ ഏതൊക്കെ വൈറ്റമിൻസ് ആണെന്ന് അതെല്ലാവർക്കും അറിയാം. വൈറ്റമിൻ സി ആൻഡ് ബി, അതാണ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ബിയിൽ തന്നെ B1, B2, B3, B6, B7, B12 അങ്ങനെ പലതരത്തിലുള്ള വൈറ്റമിൻസ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആയിട്ടാണ് പറയുന്നത്. ഇനി ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ADEK ആണ്, അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇൻടേക്ക് നീഡ്സ് ടു ബി കൺസ്യൂമഡ് എവറി ഡേ ത്രൂ ഡയറ്റ്, അതായത് നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, കുറച്ചായിരിക്കും ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്കായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അത് കുറേ അധികം നേരത്തേക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തില് നിൽക്കുന്നുണ്ട്, തങ്ങുന്നുണ്ട്. ഓക്കെ, അതായത് യൂറിനിലൂടെ എന്ത് ചെയ്യുന്നില്ല, ഇത് പോകുന്നില്ല. യൂറിനിലൂടെ പോകുന്നത് എപ്പോഴും വൈറ്റമിൻ ബി ആൻഡ് സി ആണ്, അല്ലെ, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. എന്നാൽ ADEK എന്ന് പറയുന്നത് ലോങ്ങർ പീരീഡിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് മെറ്റബോളിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇമ്മ്യൂൺ ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി അത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ദെൻ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാല് വിഷനെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ കാഴ്ചയ്ക്ക് നല്ലതാണ്, പിന്നെ ബോൺ ഹെൽത്തിന് നല്ലതാണ്, ഇമ്മ്യൂൺ ഫങ്ഷനും ഹെൽത്ത്, സ്കിൻ ഹെൽത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ന്യൂട്രീഷൻ എന്ന് നിങ്ങൾ മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് ഒരാള് ഇതൊക്കെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഒരു 3 മിനിറ്റ് സമയം തരാം, അതിനുള്ളില് ന്യൂട്രീഷൻ വായിക്കാം. ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫും അതിന്റെ താഴെ വരുന്ന ഒരു 5 പോയിന്റ്സും വായിക്കാം. വായിച്ചു കഴിഞ്ഞ ഒരു തമ്പിട കേട്ടോ. യെസ് മിസ്. അയച്ചു. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? എളുപ്പമാണ്, പെട്ടെന്ന് പറയാൻ പറ്റും. ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? ആരാണ് പറയുന്നത്? മഞ്ജു. നവമി എന്നാണ് ഈ പേര് കിടക്കുന്നത്. നവമി? അതെ. ഓക്കെ. Nutrition is the process of taking in food and using it for growth and metabolism and repair. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ്, ആഹാരം അകത്തേക്ക് എടുക്കുന്നതും ആൻഡ് യൂസിങ് ഇറ്റ് ഫോർ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം ഓഫ് റിപ്പയർ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ ഉപയോഗിക്കുന്നതുമാണ് ആണെന്നാണ് അതിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. Nutritional support is calculated to meet the nutritional requirements for growth and development. Nutritional support കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ്, പോഷകാഹാരത്തിന്റെ ആവശ്യവും വളർച്ചയ്ക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുന്നതും
as well as to satisfy specialized nutritional requirement for adequate designation. ആവശ്യമായ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യമായ പോർഷൻസിൽ, എല്ലിലോ മാംസത്തിലോ ഉള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. as well as to satisfy specialized nutritional requirements. ആവശ്യമായ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തു തരുന്ന, ആവശ്യത്തിന് തരുന്ന ആ അവസ്ഥയാണ് ഡെസിഗ്നേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് മെറ്റമോളിസം ന്യൂട്രിയൻസ്. അതായത് ആവശ്യത്തിനകത്തേക്ക് എടുക്കുകയും അബ്സോർബ് ചെയ്യുകയും ആവശ്യത്തിന് അത് രക്തത്തിലേക്കും മജ്ജയിലേക്കും മറ്റു ശരീരാവയവങ്ങളിലേക്കും സൂക്ഷിക്കുകയും മെറ്റമോളിസത്തെ സഹായിക്കുകയും ചെയ്യുന്നു. മെറ്റമോളിസം മീൻസ് ദഹന പ്രക്രിയ അല്ലല്ലോ? അതെ, ദഹന പ്രക്രിയയും സഹായിക്കുകയും ചെയ്യുന്ന ആ ശരീരത്തിന് ആവശ്യമായ ആ പോഷകത്തെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷണൽ നീഡ്സ് എന്താണ്? നീഡ്സ് കൂടെ വായിക്കട്ടെ. ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. 1. ആഡിക്വേറ്റ് ലെവൽ ഓഫ് കലോറീസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത്. വളർച്ചയ്ക്ക് ആവശ്യമായ കലോറി ഊർജം തരിക. ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്രീസ് മെറ്റമോളിക് ഡിമാൻഡ്. അതായത് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമായ മെറ്റമോളിക് ഡിമാൻഡ്, മെറ്റമോളിസം അളവിന് മെറ്റമോളിസത്തിന്റെ ആവശ്യമായ കലോറി ഊർജം തരുന്നു. അതാണ് ഒരു നീഡ്. നെക്സ്റ്റ്, സഫിഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് ഈസ് സേഫ് ഫോർ ദ ഏജ് ഓഫ് ദ ചൈൽഡ്. ഓരോ കുട്ടിയുടെയും പ്രായത്തിന് ആവശ്യമായ പ്രോട്ടീൻസ് ദാറ്റ് സേഫ് ഫോർ ദ ഏജിന് സേഫ് ആയ. അതായത് ഇപ്പൊ കുറച്ച് കുട്ടികൾ അളവിനേക്കാൾ കൂടുതൽ വളരുന്നവരും കുറച്ച് അളവിൽ വളരുന്നവരും കുറച്ച് താഴോട്ട് വളരുന്നവരുണ്ട്, വളർച്ചയിൽ ലോ ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ സഫിഷ്യന്റ് ആയ പ്രോട്ടീൻസ് കൊടുത്താൽ മാത്രമേ, സഫിഷ്യന്റ് ന്യൂട്രീഷൻ കൊടുത്താൽ മാത്രമേ സഫിഷ്യന്റ് പ്രോട്ടീൻസ് സ്വീകരിച്ചുകൊണ്ട് സേഫായ വളർച്ച ഉണ്ടാകുന്നു. നെക്സ്റ്റ്, ലെവൽ ഓഫ് കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ആൻഡ് അയൺ ദാറ്റ് ആർ ഏജ് സൊല്യൂബിൾ. ആ പ്രായത്തിന് ആവശ്യമായ കാൽസ്യവും ഫോസ്ഫറസും വൈറ്റമിൻസും അതിന്റെ ലെവല് കീപ്പ് ചെയ്യുന്നു ന്യൂട്രീഷണൽ ഫുഡ്. നെക്സ്റ്റ്, സഫിഷ്യന്റ് ലെവൽ ഓഫ് അതർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ബാക്കി പിന്നെ ശരീരത്തിന് വളർച്ചയ്ക്ക് ആവശ്യമായ ബാക്കി വൈറ്റമിൻസും മിനറൽസും ഒക്കെ വേണ്ടും വിധം കൊടുക്കുന്നതിനെയാണ് ന്യൂട്രീഷണൽ ഫുഡ്. ആവശ്യമായ അളവിൽ ആ പ്രായത്തിനും വളർച്ചയ്ക്കും കുട്ടിയുടെ ശാരീരിക ഘടനയ്ക്കും ഒക്കെ ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും, നേരത്തെ പറഞ്ഞ ഫോസ്ഫറസും കാൽസ്യവും പൊട്ടാസ്യവും വൈറ്റമിൻ ഡിയും ഒക്കെ കൊടുക്കുന്നത്. നെക്സ്റ്റ്, സഫിഷ്യന്റ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ആവശ്യമായ ഫാറ്റി ആസിഡ്സും ന്യൂട്രീഷണൽ ഫുഡ് എന്നാണ്. ന്യൂട്രീഷണൽ ഫുഡ് കഴിക്കുന്നതിലൂടെയാണ് കുട്ടിക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ന്യൂട്രീഷനെ കുറിച്ച്? കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇത് വായിച്ചപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആർക്കും ആഡ് ചെയ്യാനില്ല? ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുണ്ടോ? ന്യൂട്രീഷൻ എന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ പോഷകാഹാരം നമുക്ക് പറയാം അല്ലെ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ? നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും അതിന്റെ ആ ഒരു പ്രവൃത്തികൾക്കും വേണ്ടിയിട്ട് ന്യൂട്രീഷൻ ആവശ്യമാണ്. ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് ഉപാജയ പ്രവർത്തനം എന്നാണ് കേട്ടോ. അതായത് ടോട്ടൽ, അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് എന്താ പറയാ, അവയവങ്ങളുടെ പ്രവർത്തനങ്ങള്, ഹോർമോണുകളുടെ ഉത്പാദനം. അപ്പൊ അതിനൊക്കെയാണ് മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാജയ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ശാലിനി ഇപ്പൊ പറഞ്ഞു നമ്മുടെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ മെറ്റബോളിസത്തിന്, പിന്നെന്താണ് ശാലിനി? റിപ്പയർ അല്ലെ? ഉദ്ദേശിക്കുന്നത് അറ്റകുറ്റപ്പണി എന്ന് പറയല്ല മലയാളത്തിൽ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ, എന്തെങ്കിലും തടസ്സം നേരിടുവാണെങ്കിൽ ആ തടസ്സത്തെ അല്ലെങ്കിൽ ആ ഡാമേജിനെ റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നീക്കം ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ന്യൂട്രീഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഫുഡ്
നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ 3 കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ന്യൂട്രീഷൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെറ്റബോളിസത്തിന് ഉപാചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, റിപ്പയർ അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും തകരാറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ന്യൂട്രീഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും വേണ്ട ന്യൂട്രീഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുള്ളൂ. കുട്ടികളിൽ ഉള്ള ന്യൂട്രീഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ അളവായിരിക്കില്ല വലിയ ആളുകൾക്ക് വേണ്ടത്. അതിനകത്ത് വ്യത്യാസങ്ങൾ വരാം. ആളുകളെയും അതുപോലെ അവരുടെ വെയിറ്റിനനുസരിച്ചും അവരുടെ ഏജിനനുസരിച്ചും ഒക്കെ എന്ത് വരാം? ഡിഫറൻസ് വരാം. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെയും എന്തിനെ ആശ്രയിച്ചിരിക്കും? അവരവരുടേതായിട്ടുള്ള ശാരീരിക പ്രവൃത്തി, അവരുടേതായിട്ടുള്ള ഏജ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ത് ഈ ന്യൂട്രീഷണൽ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും ഇത്ര ന്യൂട്രീഷൻ ഇത്ര ഇത് വെച്ചിട്ട് നമുക്ക് ആർക്കും അളന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതി, അവരുടെ ഏജ്, പിന്നെ അവരുടെ ഇതൊക്കെ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ നമുക്ക് ന്യൂട്രീഷണൽ നീഡ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷന്റെ ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ടുള്ള ഡൈജഷൻ, ദഹനം നടക്കുകയുള്ളൂ. അതുപോലെ അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ മെറ്റബോളിസം, ഇതൊക്കെ നടക്കുന്നത് ന്യൂട്രീഷന്റെ പ്രസൻസിലാണ്. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഘടകമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അതായത് ചില ന്യൂട്രീഷന്റെ ആവശ്യകത അത് താഴെ പറയുന്നുണ്ട് കുറച്ച് പോയിന്റുകളിലായിട്ട്. Adequate level of calories required for growth, development and increased metabolic demand. അതായത് വളർച്ചയ്ക്ക് അതുപോലെ തന്നെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ മെറ്റബോളിസം റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെടുക്കണം? നമ്മള് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ച് മതിയാകും. അപ്പൊ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ, നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ എന്ത് വേണം? ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. Then sufficient level of proteins that is safe for the age of child. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രോട്ടീനിന്റെ അളവ് കുട്ടികൾക്ക് എന്ത് ചെയ്തിരിക്കണം? അവരുടെ ശരീരത്തിൽ എത്തിയിരിക്കണം. Then മൂന്നാമത്തെ പോയിന്റ്, ലെവൽസ് ഓഫ് കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻസ് ഡി ആൻഡ് അയൺ ദാറ്റ് ആർ ഏജ് സ്യൂട്ടബിൾ. അതായത് പ്രായത്തിനനുസരിച്ച് പ്രായത്തിന് അനുയോജ്യമായിട്ട് അവരുടെ, അതായത് ഇപ്പൊ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും അവരുടെ ബോഡിക്കുള്ളിൽ കാൽസ്യത്തിന്റെ പ്രസൻസ് ഉണ്ടാവണം. ഫോസ്ഫറസ്, വൈറ്റമിൻസ്, വൈറ്റമിൻ ബി ആൻഡ് അയൺ, ഇതൊക്കെ പ്രായത്തിനനുസരിച്ചിട്ട് വേണം ഓരോരുത്തരുടെ ശരീരത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്തൊക്കെ എന്ത് അടങ്ങിയിട്ടുണ്ട്? ന്യൂട്രീഷണൽ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. Then sufficient levels of other vitamins and minerals. അതായത് മറ്റ് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ എന്താ പറയാ ലെവല് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് മതിയായ രീതിയിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ബോഡിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. Then sufficient levels of essential fatty acid. ആവശ്യത്തിനുള്ള ഫാറ്റി ആസിഡുകൾ അതും എന്തായിട്ടുണ്ടായിരിക്കണം? സഫീഷ്യന്റ് ആയിട്ട് ഓരോരുത്തരുടെ ബോഡിയിൽ. ഓക്കെ, ക്ലിയർ ആണോ? Yes, miss. Then അടുത്തത് മാൽന്യൂട്രീഷൻ എന്ന് വായിക്കുക കേട്ടോ.
വായിച്ചു. വായിച്ചു. യെസ്. എക്സ്പ്ലെയിൻ ചെയ്ത ഒരാള് എന്താണ് മാൽന്യൂട്രീഷൻ? ഞാൻ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ശാലിനി പറയും. ദീപ തന്നെ പറഞ്ഞതല്ലേ, ശാലിനി പറയും. Malnutrition is the condition that occurs when the body does not get sufficient nutrients caused by not having enough to eat, not eating enough of the right thing, or being unable to use the food that one does eat. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും അതുപോലെ ശരിയായ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു ക്രമം ഉപയോഗം കഴിയാതിരിക്കുക, പിന്നെ തുടങ്ങിയ കാരണങ്ങളാൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പോഷകാഹാരക്കുറവ് എന്ന് പറയുമ്പോൾ. നമ്മുടെ ആവശ്യമായ ഫുഡ്, അതുപോലെ ന്യൂട്രീഷൻ, അതുപോലെ ഡയറ്റ്, ഈ ഒരു ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായി ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൽ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുമ്പോഴാണ് ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്. അതായത് നമ്മുടെ ഭക്ഷണക്രമം തെറ്റുന്നതും പിന്നെ അപര്യാപ്തമായ അല്ലെങ്കിൽ അസന്തുലിതമായ ഭക്ഷണക്രമം. പിന്നെ സെക്കൻഡ് വന്നിട്ട് പ്രോബ്ലം വിത്ത് ഡൈജഷൻ ഓർ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ദഹനം നടക്കാതിരിക്കുക, പിന്നെ നമ്മുടെ ആ ഒരു ഫുഡിന്റെ ആ ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ആഗീകരണം ചെയ്യപ്പെടാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുക. പിന്നെ തേർഡ് വന്നിട്ട് അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ വ്യക്തമല്ലാത്തൊരു അവസ്ഥ കാരണം നമ്മൾ മെഡിക്കൽ കണ്ടീഷനിൽ കാണുക. താങ്ക് യു. കഴിഞ്ഞു. ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു മതിയായ ശുചിത്വവും അതുപോലെ നമുക്ക് ചില പ്രദേശങ്ങളിൽ ഈ പോഷകാഹാരക്കുറവ് ഉണ്ടാകാറുണ്ട്. കുടിവെള്ള സാധ്യത, അതുപോലെ നല്ല രീതിക്കുള്ള ഫുഡ്, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ ഒരു ഇതൊക്കെ വരുന്നത് അപകട സാധ്യത കൂടുതൽ ഉണ്ടാകുന്നു എന്ന് കറക്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഓക്കെ ശരിയാണ്, പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. ഓക്കെ, നോക്കാം. വേറെ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? ഇത് തന്നെ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇനി കുറച്ചുകൂടി നന്നായിട്ട് പറയണം എന്ന് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. എനിക്ക് ഉള്ളിലുണ്ട്, പക്ഷെ പറയാനുള്ള ഭയം കൊണ്ട് എനിക്കൊന്നും വരത്തില്ല പറയാൻ തുടങ്ങുമ്പോ. പറഞ്ഞു നോക്കൂ. ഞാൻ പറഞ്ഞു നോക്കാം. ആരാണ്? രമ്യ. ശരി, രമ്യ പറഞ്ഞോ. മാൽന്യൂട്രീഷൻ അത് അർത്ഥം മാത്രം പറഞ്ഞാൽ പോരെ? മതി. ഈ എന്താ പറയാ, പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന് മതിയായ പോഷകങ്ങളൊന്നും ലഭിക്കാത്തൊരവസ്ഥയാണ് ഈ മാൽന്യൂട്രീഷൻ. ഇത് നമുക്ക് മതിയായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ശരിയായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടോ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് മാൽന്യൂട്രീഷൻ, അതായത് പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ മതിയായ അല്ലെങ്കിൽ എന്താ പറയാ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരം, അൺബാലൻസ്ഡ് ഡയറ്റ് സംഭവിക്കുന്നു. പിന്നെ എന്താണ് ദഹനം, അതല്ലെങ്കിൽ നമ്മളുടെ അബ്സോർപ്ഷൻ, പോഷകാഹാരങ്ങളുടെ ആഗിരണം, ഇവയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. പിന്നെ അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ വ്യക്തമാവാത്ത തരത്തിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ഓരോ കാരണങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇത് സംഭവിക്കുന്ന ഭക്ഷണം ലഭ്യമല്ലാത്ത സ്ഥലങ്ങൾ, അതുപോലെ സുരക്ഷിതമല്ലാത്ത വെള്ളം, പിന്നെ ശുചിത്വമില്ലായ്മ ഉള്ള സ്ഥലം, അവിടെയൊക്കെ ഈ പോഷകാഹാരക്കുറവ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്.
എന്നാണ് പറയുന്നത്. അപ്പോ ശരിയാണ് കേട്ടോ. അപ്പോ താങ്ക് യു രമ്യ. അപ്പൊ മാൽന്യൂട്രീഷൻ എന്താണ്? ഇപ്പൊ രണ്ടുപേര് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് മാൽന്യൂട്രീഷൻ? അതായത് വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നോട്ട് ഹാവിങ് ഇനഫ് ടു ഈറ്റ്. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുന്നില്ല, ശരീരം നേരാൻ വേണം എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ചില കുട്ടികൾക്ക് എന്തോരം ഭക്ഷണം കൊടുത്താലും അവര് എപ്പോഴും എന്താ പറയാ മെലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. ചില കുട്ടികളെ കണ്ടാൽ അറിയാം, ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ഭക്ഷണം നിർബന്ധിച്ചിട്ടായാലും പാരന്റ്സ് കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ എത്ര ഭക്ഷണം കൊടുത്താലും കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ല. അല്ലെങ്കിൽ ചെറുതായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്ലിം ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ എന്താ പറയാ സ്കെൽറ്റ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അതായത് അവര് കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുന്നില്ല, ശരിയായിട്ട് വിനിയോഗിക്കുന്നില്ല, അത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഒന്നില്ലെങ്കിൽ എന്താണ്, വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. അതായത് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഭക്ഷണം, അതായത് നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. ഇനി കഴിക്കുന്ന ഫുഡ് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. ഇതുമൂലം, ഈ കാരണങ്ങൾ മൂലം ശരീരത്തിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണത് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ അല്ലെ. ഒന്ന് എന്താണ്? വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട്, ബോഡി ഡസ് നോട്ട് ഗെറ്റ് സഫിഷ്യന്റ് ന്യൂട്രിയൻസ്, നോട്ട് ഹാവിങ് ഇനഫ് ടു ഈറ്റ്, not eating enough of the right thing, or being unable to use the food that one does eat. Okay, വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുക, ശരിയായ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം ശരീരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. ഈ 3 കാരണങ്ങളാലാണ് എന്ത് വരുന്നത്? മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്നത്. പോഷകാഹാരക്കുറവാണത് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഈ മാൽന്യൂട്രീഷൻ കാരണം കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്. എന്താ പറയാ, ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാല് അപര്യാപ്തത എന്ന് പറയാ അല്ലെ, ഇൻസഫിഷ്യന്റ്. അല്ലെങ്കിൽ എന്താ പറയാ അൺബാലൻസ്ഡ്, അതായത് ഈക്വൽ അല്ലാതെയുള്ള, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം, എന്താ പറയാ സന്തുലിതമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് റിസൾട്ട് എന്താണ്? ഇൻസഫിഷ്യന്റ്, അപര്യാപ്തമായ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് വിത്ത് ഡൈജഷൻ ഓർ അബ്സോർപ്ഷൻ. അതായത് ഡൈജഷനിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ആഗീകരണം ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവാം? മാൽന്യൂട്രീഷൻ കൊണ്ട് ഉണ്ടാകാം. ദെൻ മൂന്നാമത്തത് അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻസ്. അതായത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വ്യക്തമാക്കാത്ത ചില മെഡിക്കൽ അവസ്ഥകൾ, അല്ലെങ്കിൽ എന്താ പറയാ ചില രോഗങ്ങളിലേക്ക് നയിക്കാം. നമ്മൾക്ക് എന്താ പറയാ സ്പെസിഫൈ ചെയ്യാത്ത ചില രോഗങ്ങളിലേക്ക്, കണ്ടുപിടിക്കാൻ പറ്റാത്ത, എന്തുകൊണ്ടാണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങളിലേക്ക് എന്ത് നയിക്കാം? ഈ ഒരു മാൽന്യൂട്രീഷൻ നയിക്കാമെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ, അതായത് ഭക്ഷണത്തിന്റെ അഭാവം, അതുപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത എന്താ പറയാ ജലത്തിന്റെ ഉപയോഗം, അതുപോലെ തന്നെ മതിയായിട്ടുള്ള ശുചിത്വമില്ലായ്മ എന്നിവയുള്ള പ്രദേശങ്ങളിൽ ഈ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് വ്യാപകമാണ്, അപകട സാധ്യതയും കൂടുതലാണ്. അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ചേരി പ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ, സ്ട്രീറ്റ് ഏരിയാസിലൊക്കെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ കാണാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ധാരാളം ചേരി പ്രദേശങ്ങളൊക്കെ കാണാം അല്ലെ. അപ്പോൾ സ്ട്രീറ്റിലിരുന്ന് കുഞ്ഞുങ്ങൾ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നതും, അതുപോലെ തന്നെ
ഭിക്ഷയാചിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു ചേരി പ്രദേശത്തൊക്കെ താമസിക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ അവിടെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മതിയായിട്ടുള്ള പോഷകാഹാരങ്ങൾ ലഭിക്കുന്നില്ല. ഓക്കെ, അവർക്ക് എന്താണോ ആളുകൾ കൊടുക്കുന്നത് അതായിരിക്കും അവർ കഴിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വാട്ടർ ആയിരിക്കില്ല അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഭക്ഷണത്തിന്റെ അഭാവം ഉണ്ടാവാം. അതുപോലെ തന്നെ ശുചിത്വമില്ലായ്മ, അതായത് വേണ്ട രീതിയിലുള്ള ക്ലീൻനെസ് ചിലപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്ത് വരാം, മാൽന്യൂട്രീഷൻ ഉണ്ടാവാമെന്ന് കൂടി ഇവിടെ പറഞ്ഞ് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ മാൽന്യൂട്രീഷൻ? Yes, yes. Okay. Then പത്ത് രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മാൽന്യൂട്രീഷൻ ഉണ്ടാക്കുന്ന, അതായത് മാൽന്യൂട്രീഷൻ മൂലം ഉണ്ടാകുന്ന 10 രോഗങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. 10 diseases caused by malnutrition. ഏതൊക്കെ തരം രോഗങ്ങളായിരിക്കും മാൽന്യൂട്രീഷൻ മൂലം, പോഷകാഹാരക്കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാവുക? നമ്മൾക്കൊന്ന് ഗസ് ചെയ്യാമോ? കോഷിയോക്കർ എന്ന് പറഞ്ഞ അവസ്ഥ എന്താണ്? എങ്ങനെയാണ് ഇരിക്കുക കുട്ടികള്? വീർത്തിട്ട്, വയറ് നന്നായിട്ട് വീർത്തിട്ട്, നെഞ്ചൊക്കെ എല്ലൊക്കെ തെളിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്. വേറെ ഒരു പോട്ട് ബെല്ലി എന്നാ പറയാ, കുടം പോലെ ഇരിക്കും വയറ്. എന്നാലും ശരീരം ഭയങ്കര ശോഷിച്ചതായിരിക്കും, വയറ് മാത്രം വലുതായിട്ട് ഇരിക്കും. അപ്പൊ അതിനെയാണ് കോഷിയോർക്കർ എന്ന് പറയാം. അപ്പൊ കോഷിയോർക്കർ മാൽന്യൂട്രീഷൻ മൂലം ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ്. പിന്നെ അനീമിയ, വിളർച്ച. വിളർച്ച, അനീമിയ. അതുപോലെ തന്നെ സ്കർവി, പെല്ലഗ്ര. സ്കർവി സ്പെല്ലിംഗ് SCURVY, SCURVY, സ്കർവി. അടുത്തത് പെല്ലഗ്ര. പറയോ? പെല്ലഗ്ര, PELLAGRA, പെല്ലഗ്ര. Then goiter. The next one, marasmus. MARASMUS, marasmus. Then next one, rickets. സ്പെല്ലിംഗ് ഒന്ന് പറയാം മാം. റിക്കറ്റ്സിന്റെയോ? RICKETS, റിക്കറ്റ്സ്. Then beriberi, BERIBERI,
berry, berry. The next one, night blindness and the xerophthalmia. Night blindness and xerophthalmia. Xerophthalmia spelling പറയാം. XERO PH AL MIA. Then last one, osteoparasis. 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 ഫസ്റ്റ് പറഞ്ഞൊന്ന് പറയാം മാം. ഫസ്റ്റത്തെ ഫസ്റ്റത്തേക്ക് കോഷിയോർക്ക്. സ്പെല്ലിംഗ് പറഞ്ഞുതരാം മാം. KWA SH IOR KAR കോഷിയോർക്ക്. ഒൻപതാമത്തെ ഒന്നുകൂടെ പറയാമോ? നൈറ്റ് ബ്ലൈൻഡ്നെസ്. NIGHT blindness. BLINDNESS. Night blindness. Xerophthalmia. 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 Okay. Video. Last one, osteoparasis. 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 എല്ലാരും കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഫിഫ്ത്ത് പറയാമോ മാം? സിക്സ്തോ? 5. മരാസ്മസ് MARASMUS. മരാസ്മസ് MARASMUS. മരാസ്മസ്. Then goiter പറഞ്ഞിട്ടുണ്ടായിരുന്നു. GOITER. goiter. Okay. എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇനി ഒരു പേജും കൂടി ഉണ്ട്. കംപ്ലീറ്റ് ആയോ എല്ലാവരുടെയും? ഇനി ഒരു പേജും കൂടി ഉണ്ട്. അത് ഇന്ന് എടുക്കുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോ ഒരു ആക്ഷൻ സോങ് ആരെങ്കിലും ഒരാൾ ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
അതാ ചെയ്യാം ആക്ഷൻസ്. ഞാൻ ശാലിനി ചെയ്തോളൂ. ഞാനിന്ന് പാടാൻ പോകുന്നത് ഒരു പൂമ്പാറ്റേനെ കുറിച്ചാണ്. ഓക്കെ. പൂവുകൾ തേടും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂമ്പൊടി വീശും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. പൂവുകൾ തേടും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂമ്പൊടി വീശും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീയൊരു കുഞ്ഞുമ്മ, മുങ്ങാം പൊങ്ങാം ഇളവേലിൽ, നീന്താം അറിയാം പൊൻവേലിൽ. മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീയൊരു കുഞ്ഞുമ്മ, മുങ്ങാം പൊങ്ങാം ഇളവേലിൽ, നീന്താം അറിയാം പൊൻവേലിൽ. പൂവുകൾ തേടും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂമ്പൊടി വീശും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. താങ്ക് യു. നന്നായിരുന്നുണ്ട് ശാലിനി. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലും ഇതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരാം കേട്ടോ. നമുക്കത് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു. Thank you, ma'am. Thank you, teacher. Thank you. It was really great time with you. It was really informative class at present. I am pretty sure that precious knowledge you gave us will definitely help us in our studies and future. Thank you. Thank you. Okay.